വാർത്തകൾ തുടരുന്നു. സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലൂടെ വരുമാനം തേടിയെത്തിയ വിദേശ താരങ്ങൾ പ്രതിസന്ധിയിൽ. ടൂർണമെന്റുകൾ കുറഞ്ഞതും സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ഏർപ്പെടുത്തിയ നിയന്ത്രണവുമാണ് കളിക്കാർക്ക് തിരിച്ചടിയാവുന്നത്. സമ്പാദിക്കുവാൻ കഴിയുന്നില്ല എന്നതിനു പുറമെ നിത്യച്ചെലവിന് പോലും വരുമാനം തികയാത്ത സ്ഥിതിയിലാണ് വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ള കളിക്കാർ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്യണം. ഒരു വർഷം മുഴുവൻ ഇതേ ടീമിന് വേണ്ടി തന്നെ കളിക്കണമെന്ന നിയന്ത്രണമുള്ളതിനാൽ കൂടുതൽ പ്രതിഫലം തേടി ടീം മാറുന്നതിന് തടസ്സമാണ്. 2 വിദേശ താരങ്ങൾക്കാണ് ഒരു ടീമിൽ അവസരമുള്ളത്. ടീമിന്റെ വിജയപരാജയങ്ങൾ കളിക്കാരുടെ വരുമാനത്തെ ബാധിക്കും. തുടക്കത്തിൽ തന്നെ ടീം തോറ്റാൽ അടുത്ത ടൂർണമെന്റ് വരെ കളിക്കാർ കാത്തിരിക്കണം. റൂം വാടകയും ഭക്ഷണവും ഉൾപ്പെടെ വിദേശ താരങ്ങൾക്ക് നല്ല ചിലവാണ് ഉള്ളത്. കാളികാവിലെത്തിയ സുഡാനിൽ നിന്നുള്ള താരങ്ങൾ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അഖിലേന്ത്യാ ടൂർണമെന്റുകൾക്ക് പുറമെ പ്രാദേശിക ടൂർണമെന്റുകളിൽ കളിച്ചാണ് ഇവർ റൂം വാടക കണ്ടെത്തുന്നത്. ചിലവിന് കളിക്കമ്പക്കാരായ നാട്ടുകാർ പിരിവെടുത്ത് പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നാട്ടിലെ കളിക്കാർക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഇല്ലെങ്കിലും വരുമാനത്തിന്റെ കാര്യത്തിൽ അവർക്കും പ്രയാസമുണ്ട്. ടൂർണമെന്റുകളുടെ വിജയത്തിന് വേണ്ടിയാണ് അസോസിയേഷൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ടൂർണമെന്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം മറ്റൊരു കളി തുടങ്ങേണ്ടത്. 800 മുതൽ 1500 രൂപ വരെയാണ് ടീമുകൾ വിദേശ താരത്തിന് പ്രതിഫലമായി നൽകുന്നത്. തുടർച്ചയായി കളികൾ ഉണ്ടായിരുന്നപ്പോൾ 4 മാസത്തിനുള്ളിൽ 1 ലക്ഷം രൂപയിലേറെ സമ്പാദിച്ചിരുന്നു. വരുമാനം കുറഞ്ഞതോടെ സെവൻസ് ഫുട്ബോളിൽ കളിക്കുവാനുള്ള അവസരം തേടി എത്തുന്ന താരങ്ങളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ച കരുവാരകുണ്ട് വില്ലേജ് ഓഫീസ് തുറന്നത് 10:45-ന്. ഓഫീസ് തുറക്കാൻ വൈകിയതോടെ വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിൽ രാവിലെ മുതൽ എത്തിയവർ ഏറെ വലഞ്ഞു. ഇത് സംബന്ധിച്ച് പ്രദേശവാസികൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. ജനങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യത്തിന് എന്തെങ്കിലും രേഖകളിൽ കുറവ് വരുത്തിയാൽ, അല്പം സമയം വൈകിയാൽ ഉദ്യോഗസ്ഥരുടെ ശകാരവും ഞെട്ടിക്കലും ഉറപ്പാണ്. എന്നാൽ കൃത്യമായി ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥർക്ക് തോന്നിയ പോലെയാവാമെന്നത് കേരളത്തിന്റെ പതിവാണ്. ജനങ്ങൾ വൈകിയാലേ പ്രശ്നമുള്ളൂ, ഉദ്യോഗസ്ഥർക്ക് അതാവാം. കരുവാരകുണ്ട് വില്ലേജ് ഓഫീസിന് മുമ്പിലാണ് ആളുകൾ രാവിലെ മുതൽ ഏറെ നേരം ജീവനക്കാരെ കാത്തിരുന്നത്. സമയം 10:30 ജീവനക്കാരെത്തുകയോ വാതിൽ തുറക്കുകയോ ഉണ്ടായില്ല. ഇതോടെ ജനങ്ങൾ ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയവരായിരുന്നു കൂടുതൽ ആളുകളും. മറ്റു ഓഫീസുകളിലും പോവേണ്ടവരായിരുന്നു എന്നതിനാൽ ചിലരെല്ലാം കാത്തിരുന്ന് മടങ്ങി. ഇതിനിടയിൽ ചിലർ ജില്ലാ കളക്ടറോട് പരാതിപ്പെടുകയും ചെയ്തു. യൂത്ത് ലീഗ് കാളികാവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് മണ്ണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നവോത്കർഷം 2012 എന്ന പേരിലുള്ള നിശാ പഠന ക്യാമ്പിൽ വാർഡുതല ഭാരവാഹികളും യൂത്ത് ലീഗ് പഞ്ചായത്ത് കൌൺസിലർമാരും പങ്കെടുത്തു. ചടങ്ങിൽ പി കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ഉമ്മർ അറക്കൽ, മുസ്ലിം ലീഗ് വണ്ടൂർ മണ്ഡലം സെക്രട്ടറി പി ഖാലിദ്, VAK തങ്ങൾ, യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ അബ്ദുൽ ലത്തീഫ്, രുഖ്മാൻ മമ്പാട്, VPA നാസർ എന്നിവർ പ്രസംഗിച്ചു. വൃദ്ധനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. അമരമല മത്താണിക്കൽ പുന്നീർക്കര കോളനി സ്വദേശി പാണ്ടിച്ചോല കണ്ടേരനെയാണ് ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് കണ്ടരെ കാണാതായത്. തുടർന്ന് അയൽവാസികളും കുടുംബങ്ങളും ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടരെ കണ്ടെത്താനായില്ല. ബുധനാഴ്ച പുലർച്ചെ അയൽവാസികൾ നടത്തിയ തിരച്ചിലിൽ രാവിലെ 7 മണിയോടെ കണ്ടരുടെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തി. സമീപവാസിയായ മണപ്പാടൻ വാസുവിന്റെ പറമ്പിലെ കിണറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ഉടുമുണ്ട് ധരിച്ച നിലയിൽ കമിഴ്ന്നു കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. കൂടാതെ കണ്ടർ ധരിച്ചിരുന്ന ഷർട്ട്, വാച്ച്, ചെരുപ്പ് മുതലായ വസ്തുക്കൾ കിണറ്റിന് സമീപത്തു നിന്നും കുടുംബങ്ങൾക്ക് ലഭിച്ചു. ഇത് കണ്ടർ ആത്മഹത്യ ചെയ്തതാവാമെന്ന നിഗമനത്തിലാണ് പോലീസ്. വണ്ടൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി. പോസ്റ്റ്മോർട്ടത്തിനായി നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ചു. തുടർന്ന് മൃതദേഹം തറവാട്ടുവളപ്പിൽ 2 മണിയോടെ സംസ്കരിച്ചു. ഇനിയൊരു ഇടവേള.